പ്രിയപ്പെട്ടവരെ, ഭൂട്ടാൻ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒയോളം വോയിസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ റാഫ്റ്റിങ്ങിനായി പുനാഖയിലെ പോച്ചു നദിയിലേക്ക് ബോട്ടുമായി ഇറങ്ങുകയാണ്. ഒരു ബോട്ടിൽ 6 പേർക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ എന്നതിനാൽ 3 ബോട്ടുകളിലായാണ് ഞങ്ങളുടെ യാത്ര. പുനാഖ താഴ്വരയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 9 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര. ശരിക്കും ഒരു അഡ്വഞ്ചറസ് യാത്ര. ഹിമാലയൻ മഞ്ഞുമലകൾ ഒഴുകിയെത്തുന്ന വെള്ളമായതുകൊണ്ട് തന്നെ നല്ല ഐസ് പോലത്തെ തണുപ്പ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശാന്തമെന്ന് തോന്നുമെങ്കിലും ഈ നദിക്ക് നല്ല ആഴവും ശക്തമായ ഒഴുക്കുമുണ്ട്. ഈ കാണുന്ന ഓളങ്ങൾ അത്ര നിസ്സാരക്കാരല്ല. വെള്ളത്തിനടിയിലും പുഴയുടെ ഇരുവശങ്ങളിലുമായി വലിയ കരിമ്പാറക്കൂട്ടങ്ങൾ കാണാം. നൂറ്റാണ്ടുകളായി ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മിനുസപ്പെട്ട വലിയ പാറകളാണിവ. ഇവയിൽ തട്ടി വെള്ളം ശക്തമായി തെറിച്ചു വരുമ്പോൾ ബോട്ട് നിയന്ത്രിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഗൈഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ തുഴഞ്ഞങ്ങനെ മുന്നോട്ട് നീങ്ങി. ബോട്ട് ആഞ്ഞുമറിയുമ്പോൾ മുഖത്തേക്കടിക്കുന്ന ആ തണുത്ത വെള്ളവും ആ ഒഴുക്കും തരുന്ന ത്രില്ല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പേടിയോടെയാണ് ഇറങ്ങിയതെങ്കിലും തീർന്നു പോയല്ലോ എന്നായി അവസാനമാകുമ്പോഴേക്കും. ഫിനിഷിംഗ് പോയിന്റിൽ ഞങ്ങൾ എത്തുമ്പോഴേക്കും റാഫ്റ്റിങ്ങിൽ പങ്കെടുക്കാത്തവർ വാഹനത്തിൽ അവിടെ എത്തിയിരുന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് അടുത്ത കേന്ദ്രത്തിലേക്ക്. കുറച്ചു ദൂരം വാഹനത്തിലും പിന്നെ നടന്നു. ഭൂട്ടാനിലെ ഏറ്റവും വലിയ തൂക്കുപാലമായ പുനാഖ സസ്പെൻഷൻ ബ്രിഡ്ജാണ് ലക്ഷ്യം. നമ്മളിതാ പാലത്തിലെത്തിയിരിക്കുന്നു. പോച്ചു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിന് 160 മീറ്ററിലധികം നീളമുണ്ട്. വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ള പാലം കൂടിയാണിത്. പുനാഖ സോങ്ങും മറുകരയിലുള്ള ഗ്രാമങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഇത് നിർമ്മിച്ചത്. ശക്തമായ കാറ്റിലും ഒഴുക്കിലും തകരാത്ത രീതിയിൽ കട്ടിയുള്ള കേബിളുകളും ഇരുമ്പ് വലകളും ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം. നമ്മൾ നടക്കുമ്പോൾ പാലം ചെറുതായി ആടുന്നത് കാണാം. താഴേക്ക് നോക്കിയാൽ കുറച്ച് മുൻപ് റാഫ്റ്റിംഗ് ചെയ്ത ആ പോച്ചു നദി കുത്തി ഒഴുകുന്നത് കാണാം. ശരിക്കും അല്പം ഭയവും ഒപ്പം വലിയൊരു ആവേശവും തരുന്ന നടത്തമാണിത്. പാലത്തിലൂടെ മെല്ലെ മുന്നോട്ട് നടക്കുമ്പോൾ മറുകരയിലുള്ള ഗ്രാമീണ കാഴ്ചകൾ വ്യക്തമായി കാണാം. തികച്ചും ശാന്തവും സുന്ദരവുമായ ഒരു ഗ്രാമം. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയാണ്. ചുമതല കൂടിയ തൂക്കുപാലത്തിലൂടെയാണ് നടക്കുന്നത്. ഏതായാലും അക്കരെ വരെ പോയിട്ടും കൂടെ വരാൻ തന്നെയാണ് പരിപാടി. കുറച്ച് പേരൊക്കെ അതിൽ വെച്ച് മതിയാക്കി വന്നിട്ടുണ്ട്. ഏതായാലും ഫുള്ളായിട്ട് വരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പാലത്തിൽ നിന്നുള്ള പോച്ചു നദിയുടെ മനോഹരമായ ദൃശ്യം. അക്കരെ വരെ പോയി പലരും ഇതാ മടങ്ങുകയാണ്.
നമ്മളിതാ പാലത്തിൻ്റെ മറുകരെ എത്തുകയാണ്. ഇവിടെ പാലത്തിലുടനീളം കെട്ടിയിരിക്കുന്ന മൾട്ടി കളർ പ്രാർത്ഥനാ പതാകകൾ ഇവിടുത്തെ ബുദ്ധമത സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. ഇവ കാറ്റിൽ പറക്കുമ്പോൾ പോസിറ്റീവ് എനർജി നിറയുന്നതായി നമുക്ക് തോന്നും. പാലം കടന്ന് നടന്ന് ക്ഷീണിച്ചു വരുന്നവർക്ക് ക്ഷീണമകറ്റാനായി ഇവിടെ കൊച്ചു ചായക്കടയുണ്ട്. ഇവിടുത്തെ പരമ്പരാഗത ഭൂട്ടാനീസ് ചായയായ സുജ അല്ലെങ്കിൽ നല്ലൊരു ചൂട് കാപ്പിയും കുടിച്ച് തണുത്ത കാറ്റേറ്റ് ദൂരെ തൂക്കുപാലത്തിൻ്റെ ഭംഗിയും കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഞങ്ങൾക്ക് ഇവിടെ അധിക സമയം ഇല്ലാത്തതിനാൽ ചായ കുടിക്കാൻ കാത്തു നിൽക്കാതെ മടങ്ങുകയായി അക്കരയ്ക്ക്. തിരക്കൊഴിഞ്ഞ സമയമായതിനാൽ പാലത്തിൻ്റെയും പുഴയുടെയും ഭംഗി ഇപ്പോൾ നന്നായി ആസ്വദിക്കാം. പോച്ചു നദി വീണ്ടും നമ്മെ മോഹിപ്പിക്കുകയാണ്. ഒപ്പം പുനാഖ തൂക്കുപാലവും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഹയാത്രികരിൽ ചിലർ പാലത്തിൽ ഇപ്പോഴുമുണ്ട്. പാലത്തിൻ്റെ യാത്ര ആരംഭിച്ച തുടക്കത്തിലെത്തുകയാണ്. ഞാനിതാ പാലം കയറിയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കൂടെ വന്ന പലരും വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് മടങ്ങിയിരിക്കുന്നു. ഭൂട്ടാനിലെ 2ാം ദിവസത്തെ യാത്ര അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പുനാഖ ജോങ് സന്ദർശനവും ആവേശകരമായ റാഫ്റ്റിങ്ങും തൂക്കുപാലത്തിലൂടെയുള്ള ആകാശ നടത്തവും മറുകരയിലെ ഗ്രാമീണ ഭംഗിയും ആസ്വദിച്ച് ഒടുവിൽ നമ്മൾ തിംഫുവിലേക്ക് മടങ്ങുകയാണ്. വഴിയിൽ ചെറിയൊരു കഫേയിൽ കയറി ചൂട് ചായ. പോകുന്ന വഴിയിൽ നാളത്തെ കാഴ്ചകളെക്കുറിച്ചുള്ള സൂചനകൾ ഗൈഡ് തന്നു. അതിലൊന്നാണ് ഭൂട്ടാനിലെ ഒരു സാംസ്കാരിക കേന്ദ്രമായ സിംപ്ലി ഭൂട്ടാൻ സന്ദർശനം. പിന്നെ പ്രശസ്തമായ ബുദ്ധ പോയിൻ്റ്. വേറെയുമുണ്ട് ഒരുപാട് കാഴ്ചകൾ. കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കുമായി കാത്തിരിക്കുക ഭൂട്ടാൻ കാഴ്ചകളുടെ 5ാമത്തെ എപ്പിസോഡിന് ഒയോളം വോയിസിൽ. എല്ലാവരോടും നിറഞ്ഞ സ്നേഹം.